ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡാണ്. ഈ ഒരു സാലഡിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ വെച്ചാൽ നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ സൈഡായി കഴിക്കാൻ പറ്റിയ ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി, പൊറോട്ട ഇതിനൊക്കെ ഒപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് കഴിക്കില്ലേ, തന്നെ പൊരിച്ചു കോഴിയൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സൈഡായിട്ടൊരു സാലഡ് ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡാണ്. ഇനി വേറൊരു കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ നെയ്ച്ചോറിൻ്റെ ഒപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സൈഡായിട്ട് ചിക്കൻ കറിയോ അങ്ങനെ ബീഫ് കറി എന്തെങ്കിലും ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാലഡാണ്. അതുപോലെ തന്നെ സാധാ വൈറ്റ് റൈസ്, അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ചിക്കൻ കറിയോ അതിൻ്റെ ഒപ്പം തന്നെ സൈഡായിട്ട് എടുക്കാൻ പറ്റിയ ഒരു സാലഡാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സാലഡാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് സവാള, ഒരു മീഡിയം സൈസ് സവാള, 2 തക്കാളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് അരിഞ്ഞെടുത്ത് വെക്കണം. ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഞാൻ കഴുകി വെച്ചിട്ടുള്ള തന്നെയാണ്. സവാള നമുക്ക് ആദ്യം തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും ചെറിയ ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുക, പച്ചമുളകും അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഞാൻ എല്ലാതും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഭാഗം ഒന്ന് കട്ടായി പോയിട്ടുണ്ട്, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാതും ചേർത്തതിന് ശേഷം എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പറയുമ്പോൾ നല്ലപോലെ യോജിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരും. കൈ വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ല. ഇതെല്ലാം കൂടി മിക്സായി വരുമ്പോഴാണ് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ വെളിച്ചെണ്ണയിൽ ആ കറിവേപ്പിലയും തക്കാളിയും ആ സവാളയും കൂടി മിക്സായി വരുമ്പോൾ പ്രത്യേക ഒരു മണം വരില്ലേ, ആ ഒരു നല്ലൊരു മണമാണ് വരുന്നത്. അപ്പം ഇതുപോലെ നല്ലപോലെ ഉടച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഞാൻ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാലഡ് നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ സാലഡാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാ റൈസിൻ്റെ ഒപ്പം ഈ സാലഡ് കൂട്ടി കഴിക്കാൻ അത്രപ്പെട്ട ടേസ്റ്റ് ഉണ്ടായിന്ന് വരില്ല, തോന്നിയെന്ന് വരില്ല. ഇപ്പോൾ വൈറ്റ് റൈസിൻ്റെ ഒപ്പം ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്, അതിലപ്പോൾ ഈ സാലഡ് ഉണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതേ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഞാനൊരു വെള്ളമൊന്നും ഒഴിക്കണില്ല. ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റിലായി നോക്കുക. കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒക്കെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു സാലഡും സൈഡായിട്ട് ഉണ്ടാക്കി നോക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.